കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനെടുത്ത ശിരൂർ ദുരന്തത്തിന് ഇന്നേക്ക് ഒരു വർഷം. 2024 ജൂലൈ 16 കനത്ത മഴയിൽ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. 72 ദിവസം നീണ്ടുനിന്ന രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ശിരൂർ ഒരു വലിയ പാഠമായിരുന്നുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കെ ലക്ഷ്മിപ്രിയ 24നോട് പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ശിരൂരിലെ ഗംഗാവലി പുഴയോരത്താണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഗംഗാവലി പുഴ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകുകയായിരുന്നു. തകർത്തു പെയ്ത മഴയ്ക്കിടെയാണ് ഇതേ പുഴയോരത്ത് മലയാളികൾ ഒരിക്കലും മറക്കാത്ത ആ ദുരന്തമുണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന മണ്ണുമല തകർന്ന് ദേശീയപാതയിലേക്കും പിന്നീട് ഗംഗാവലി പുഴയിലേക്കും പതിച്ചാണ് അന്ന് ആ വലിയ അപകടമുണ്ടായത്. ആദ്യ 2 ദിവസങ്ങളിൽ അപകടത്തിൻ്റെ ആഴമോ മണ്ണിനടിയിൽ ആരെല്ലാം അകപ്പെട്ടു എന്നതോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഡിസാസ്റ്റർ ചാപ്റ്ററാണ് പിന്നീട് ചരിത്രമായി മാറിയത്. ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബവും പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളും ഇവിടെ ഓടിയെത്തിയതോടെ അപകടത്തിന്റെ വ്യാപ്തി പുറം ലോകമറിഞ്ഞു. മാധ്യമങ്ങളും സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നടത്തിയ സമ്മർദ്ദമാണ് 4 ഘട്ടമായുള്ള ദൗത്യത്തിന് വഴിയൊരുക്കിയത്. NDRFും SDRFും ഇന്ത്യൻ കരസേനയും നാവികസേനയും ഉൾപ്പെടെ ദൗത്യത്തിന്റെ ഭാഗമായി. It was a very unfortunate incident where we lost 11 innocent souls. This year we have done a lot of preparation so that such incidents will be avoided. After which in the district also a lot of effort has happened. We have done some stabilization work along the hills. We have done few flood prevention activities. A lot of effort has gone into avoiding such incidents in the future also. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂലമായ കാലാവസ്ഥയും ദൗത്യത്തിന് പലതവണ പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പോഴും അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന മുറവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ലോകേഷും ജഗന്നാഥും ഈ പുഴയാഴങ്ങളിൽ ഇപ്പോഴും വേദനയായി നിലനിൽക്കുന്നു. അർജുൻ മിസ് യു ഇതുവഴി കടന്നുപോയ ആരോ ഇവിടെ കുറിച്ചിട്ടതാണ്. അർജുനെയും ഈ ദുരന്ത ഭൂമിയെയും ഒരു കാലത്തും മലയാളികൾ മറക്കില്ല. ശിരൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24.